ഈ ഒരു കോലത്തിലായിരുന്നു 1.5 വർഷം മുമ്പ് ഞാൻ ഉണ്ടായിരുന്നത്. ടാനും ആക്നി പിമ്പിൾസുമായിട്ട് മൊത്തം ഡൾ സ്കിൻ ആയിരുന്നു. സോ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നിൻ്റെ ചേഞ്ച്. ഈ 2 പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എത്രത്തോളം ഗ്ലോ അപ്പ് ചെയ്തു എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ സ്കിൻ കെയർ ഒഴിച്ച് ഞാൻ ഇതുപോലെ ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഗ്ലോയിങ് സ്കിൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ സ്കിൻ കെയറിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിലൊന്നും പറയുന്നില്ല, കാരണം അത് എല്ലാവർക്കും അറിയായിരിക്കും. 4 സ്റ്റെപ്പ് സ്കിൻ കെയറിനെ പറ്റിയിട്ട് നമ്മുടെ ചാനൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അറിയാത്തവർ കണ്ടു നോക്കുക. ആൻഡ് സ്കിൻ കെയർ മസ്റ്റായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളോട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, കറുപ്പും വെളുപ്പും ഇവിടെ ഒരു പ്രശ്നമാകുന്നില്ല. പക്ഷേ എത്ര വെള്ളയാണെങ്കിലും കറുപ്പാണെങ്കിലും മുഖത്ത് മൊത്തം പാടുകളാണ്, അതുപോലെ തന്നെ ഡള്ളാണെന്നുണ്ടെങ്കിലാണ് പ്രശ്നം. സോ ഈ ഒരു ലേഡിയെ കുറേ പേർക്ക് അറിയായിരിക്കും, റീൽസിലൊക്കെ വൈറലായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. സോ ഇവർ വെളുത്തിട്ടല്ല ഉള്ളത്, ഡാർക്ക് ബ്രൗൺ ആണ് ഇവരുടെ സ്കിൻ ടോൺ. പക്ഷേ ഇവരുടെ മുഖത്ത് ഒരു രീതിയിലുള്ള പാടുകളോ പിമ്പിൾസോ ആക്നിയോ ഒന്നും തന്നെ ഇല്ല. ഞാനിപ്പോൾ ഒരു സാമ്പിൾ കാണിച്ചതാണ്. ഗ്ലോയിങ് സ്കിന്നിന് കളർ ഒരു മാറ്ററേ അല്ല, എത്രത്തോളം ക്ലിയർ ആണ്, ഡൾ അല്ലാതിരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ അതുകൊണ്ട് ഡൾ സ്കിന്ന് മാറ്റി സ്കിന്ന് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമതായിട്ട് സ്കിൻ ബ്രൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 രൂപ പോലും ചിലവില്ലാത്തൊരു മെത്തേഡാണ് സ്റ്റീം ഇൻഹേലേഷൻ, അതായത് ആവി പിടിക്കുക. സോ നമ്മൾ പനി വരുമ്പോൾ മാത്രമേ ആവി പിടിക്കാറുള്ളൂ, ബട്ട് ഇനി മുതൽ വീക്കിലി 1 to 2 ടൈംസ് ആവി പിടിക്കാവുന്നതാണ്. ഇതിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഫേസിലുള്ള പോഴ്സിനെയൊക്കെ ഓപ്പൺ ചെയ്യും, അതുപോലെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആക്കാനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ഹെൽപ്പ് ചെയ്യും, ആൻഡ് ആക്നി പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും ബെനിഫിറ്റുകളാണ് ആവി പിടിക്കുന്നത് വഴി കിട്ടുന്നത്. ഇതിന് 1 രൂപ പോലും ചിലവ് വരുന്നില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയാണ് ആവി പിടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓൺലൈനിൽ വളരെ വിലക്കുറവിൽ ഇതുപോലത്തെ സ്റ്റീം മെഷീൻ കിട്ടും, അതുപോലെ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇതിൽ വെള്ളം നിറച്ച് ചൂടാക്കിയ ശേഷം ഇതുപോലെ ഒരു ഷീറ്റ് ഉപയോഗിച്ച് ആവി പുറത്തു പോകാത്ത രീതിയിൽ മൂടിയിരിക്കുക. സോ ഇത്രയേ ഉള്ളൂ സ്റ്റീം ഇൻഹേലേഷൻ. സോ ഇത് സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഒരുപാട് മുഖം താഴ്ത്തിയിരിക്കരുത്, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിരിക്കുക. അതുപോലെ വെള്ളത്തിൽ വിക്സോ മറ്റോ തുളസിയിലോ അങ്ങനത്തെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, വെറും വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഒന്നാമതായിട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിൽ കൂടുതൽ നേരം ആവി കൊള്ളരുത്. തോനെ നേരം ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് ഡാമേജ് ആവുകയുള്ളൂ. സോ അതുകൊണ്ട് വെറും 15 മിനിറ്റിനകത്ത് മാത്രം കൊള്ളുക. അതുപോലെ ആഴ്ചയിൽ 1-2 തവണ മാത്രം ആവി പിടിക്കുക. ആൻഡ് ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് ആഴ്ചയിൽ 1-2 തവണ ആവി പിടിക്കുക. ഇതുവഴി സ്കിന്ന് ക്ലിയർ ആകാനും ഗ്ലോയിങ് ആകാനും ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. ഇതിന് വലിയ ചിലവൊന്നും വരുന്നില്ല, ജസ്റ്റ് 2 വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ആൻഡ് ഇത് സ്കിന്നൊരു ഗ്ലാസ് ടൈപ്പ് ആകാനും അതുപോലെ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ അത് വേറൊന്നുമല്ല, അലോവേറ പ്ലസ് റൈസ് വാട്ടർ വെച്ചിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ വീട്ടിൽ ചോറ് വെച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന റൈസ് വാട്ടർ, അതായത് കഞ്ഞിവെള്ളം കുറച്ചെടുക്കുക. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുക, ഉപ്പിട്ടതാണെങ്കിൽ അത് എടുക്കരുത്, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിലാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഒരു 5 മണിക്കൂർ കഴിഞ്ഞെടുക്കുക. സോ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു കുഴമ്പ് വലിപ്പത്തിൽ വരും. എന്നിട്ട് ഇതിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ, ഫേസ് പാക്ക് റെഡി. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയ ശേഷം ഈ ഒരു പാക്ക് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ മൊത്തത്തിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുടച്ച് കളയാവുന്നതാണ്, അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് റിമൂവ് ആക്കി ഉടനെ തന്നെ മുഖം നല്ലതുപോലെ ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയി വരുന്നത് കാണാം. നല്ലൊരു കിടിലൻ റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തരുന്നത്. സോ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണ യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ആഴ്ചയിൽ ഒരു 3-4 തവണ മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2-3 തവണയൊക്കെ ആഴ്ചയിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ അങ്ങനെ ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല, ബട്ട് ഇതെൻ്റെ സ്കിന്ന് നല്ലതുപോലെ ഇമ്പ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്തൊരു പാക്കാണ്. ഒരു റീൽസ് കണ്ടിട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ്, പക്ഷേ നല്ലതുപോലെ എഫക്റ്റീവ് ആണ്, അതുപോലെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അലോവേറ അതുപോലെ റൈസ് വാട്ടർ, ഇത് രണ്ടും നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഗ്ലോയിങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് ഫേസിന് കിട്ടുന്നതാണ്. യൂസ് ആക്കുക, എന്ന് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. സോ അടുത്തതായിട്ട് മറ്റൊന്നുമല്ല, ഐസിങ് ഓൺ ഫേസ്. ഞാൻ എന്ന് മുതൽ എൻ്റെ ഫേസിൽ ഐസ് യൂസ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതലൊക്കെ ആക്നി പിമ്പിൾസ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് വരാൻ തുടങ്ങിയത്. അതായത് 2-3 മാസം കൂടുമ്പോഴേ ആക്നി പിമ്പിൾസ് ഒക്കെ വരാറുള്ളൂ. ഐസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുഖത്ത് എല്ലാ ദിവസവും നോക്കി ആക്നി കാണാൻ സാധിക്കുമായിരുന്നു. കാരണം ഐസ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ മുഖത്തുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, അതുപോലെ ആക്നി പിമ്പിൾസ് ഒക്കെ വരാതിരിക്കാനും റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഐസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡയറക്റ്റ്ലി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തുണി ഉപയോഗിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ഐസിങ് ഈസ് എ ബെസ്റ്റ് വേ ടു റെഡ്യൂസ് ആക്നി ആൻഡ് പിമ്പിൾസ്. അതുപോലെ വെറും 2 മിനിറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നേരം യൂസ് ചെയ്യരുത്, എങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് വെറും 2 മിനിറ്റ് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്നുള്ളത് രാത്രിയിലാണ്. നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 1 മണിക്കൂർ മുമ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് എല്ലാ ദിവസവും 2 മിനിറ്റ് ഐസ് കൊണ്ട് ഫേസിൽ ജെന്റിലി മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിന് 1 രൂപ പോലും ചിലവ് വരുന്നില്ല, അതുപോലെ നല്ല ബെനിഫിറ്റുകളാണ് സ്കിന്നിന് കിട്ടുന്നത്. സോ യൂസ് ഇറ്റ്.
ആൻഡ് ഫൈനലി ലാസ്റ്റ് ആയിട്ട് ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ റോസ് വാട്ടർ എന്താണെന്ന് പറഞ്ഞു തരാം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ വളരെ വിലക്കുറവും സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ കെമിക്കൽസിന്റെ അളവ് വളരെ കുറവാണ്. അതുപോലെ കൂടുതലായിട്ടും ഉള്ളത് ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. റോസ് വാട്ടറിൽ വരുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആക്നി വന്ന് പോയതിനു ശേഷമുള്ള ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഓപ്പൺ പോർട്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി സ്കിന്നിന് നല്ലതുപോലെ ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും ബെനിഫിറ്റുകളാണ് റോസ് വാട്ടർ മുഖത്ത് യൂസ് ചെയ്താൽ കിട്ടുന്നത്. അതുപോലെ തന്നെ 20 രൂപയൊക്കെ ഇതിന് ചിലവ് വരുന്നുള്ളൂ. ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം നൈറ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് യൂസ് ചെയ്യുന്നതാണ്. സോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ മുഖമൊന്ന് വാഷ് ചെയ്ത ശേഷം റോസ് വാട്ടർ ഇതുപോലെ സ്പ്രേ ബോട്ടിലിട്ട് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കയ്യിലാക്കിയ ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ കോട്ടൺ പാഡ് യൂസ് ചെയ്തും തേക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ കണ്ണടച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ണിലായി കഴിഞ്ഞാൽ നല്ല നീറ്റിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത്രയേ ഉള്ളൂ. റോസ് വാട്ടർ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. രാവിലെ ആകുമ്പോൾ മുഖം വെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം, എങ്കിലേ റോസ് വാട്ടർ വർക്ക് ആവുകയുള്ളൂ. വളരെ വിലക്കുറവിൽ സ്കിന്നി ഗ്ലോ ആകാനും മുഖം ക്ലിയർ ആക്കാനും റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് നൈറ്റ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡൾ സ്കിന്ന് മാറ്റി അതുപോലെ മുഖത്തുള്ള പാടുകളൊക്കെ മാറ്റി നല്ലൊരു ഗ്ലോയിങ് സ്കിന്നി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കിൻ കെയറും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റോങ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാത്രം മേടിച്ച് യൂസ് ചെയ്യുക. അതുപോലെ ഡയറ്റ് ആൻഡ് ഹൈഡ്രേഷനും ശ്രദ്ധിക്കുക. നല്ലതുപോലെ വെള്ളം കുടിക്കുക, നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ഇതുപോലത്തെ മോർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.